നമസ്കാരം, സിറ്റി ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പാഠപുസ്തക വിതരണം താറുമാറായതിൽ പ്രതിഷേധിച്ച് SFI നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പുസ്തക വിതരണം ശ്രദ്ധേയമായി. SNDP മുഖേന വിവിധ ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്നതിന് മൈക്രോ സംഘം പ്രവർത്തനം ശക്തമാക്കാൻ തീരുമാനം. മകൾ ഉപേക്ഷിച്ച മാതാവിനെ അധികൃതരെ ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റി. സംഭവത്തിൽ RDO അന്വേഷണം ആരംഭിച്ചു. വിദ്യാർത്ഥി സമരത്തിന്റെ പേരിൽ കോളേജ് അടച്ചിട്ടതിൽ പ്രതിഷേധിച്ച് കാഞ്ഞങ്ങാട് നിത്യാനന്ദ എഞ്ചിനീയറിംഗ് കോളേജിന് മുന്നിൽ വഴിയോര ക്ലാസ് സംഘടിപ്പിച്ചു. ചട്ടഞ്ചാൽ ഹയർ സെക്കൻഡറി സ്കൂൾ PTA കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സൗജന്യ പഠന സഹായങ്ങൾ വിതരണം ചെയ്തു. കാഞ്ഞങ്ങാട് കേന്ദ്രീയ വിദ്യാലയത്തിൽ നിന്നും പാഠ്യേതര വിഷയങ്ങളിൽ മികവ് നേടിയ കുട്ടികളെ അനുമോദിച്ചു. വാർത്തകൾ വിശദമായി. നമുക്ക് അറിവ് നേടാം, അധികാരികൾ തിരിച്ചറിവ് നേടട്ടെ എന്ന സന്ദേശവുമായി SFIയുടെ നേതൃത്വത്തിൽ ക്ലാസ് മുറികളിൽ നടന്ന പാഠപുസ്തക വിതരണം ശ്രദ്ധേയമായി. SFI കാഞ്ഞങ്ങാട് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പാഠപുസ്തകം ലഭിക്കാത്ത കുട്ടികൾക്ക് പുസ്തകത്തിന്റെ ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് ക്ലാസ് മുറികളിൽ വിതരണം ചെയ്തത്. അധ്യയന വർഷം ആരംഭിച്ച് ആഴ്ചകൾ പിന്നിട്ടിട്ടും പാഠപുസ്തകം കുട്ടികൾക്ക് വിതരണം ചെയ്യുന്ന കാര്യത്തിൽ ഉദാസീനത കാട്ടുന്ന അധികൃതരുടെ നടപടിയിൽ പ്രതിഷേധിച്ചാണ് SFI നേതൃത്വത്തിൽ വെള്ളിക്കോത്ത് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഫോട്ടോസ്റ്റാറ്റ് കോപ്പികൾ വിതരണം ചെയ്തത്. SFI ജില്ലാ സെക്രട്ടറി രജീഷ് വെള്ളാട്ട് പുസ്തക വിതരണോദ്ഘാടനം നിർവഹിച്ചു. നിങ്ങൾ നോക്കണം, KSUവിന്റെ നേതാക്കൾ നമ്മുടെ എല്ലാം മുന്നിൽ നിന്നുകൊണ്ട് പറഞ്ഞു, ഇതാ ഞങ്ങൾ പഠിപ്പ് മുടക്ക് നടത്താൻ വേണ്ടി പോവുകയാണ്, വിദ്യാഭ്യാസ ബന്ദ് നടത്താൻ വേണ്ടി പോവുകയാണ്. എന്താണ് കാരണം? പാഠപുസ്തകം എത്തിയിട്ടില്ല. KSU പറയുന്നു ഞങ്ങളും സമരത്തിനുണ്ടെന്ന് KSU ഒരു ഘട്ടത്തിൽ പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞു, ഇതാ നിങ്ങൾ സമരത്തിന് തയ്യാറാണെങ്കിൽ ഞങ്ങൾ നിങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു, ഞങ്ങളുമുണ്ട്, ഞങ്ങളോടൊപ്പം നിങ്ങൾ കൂടി ഈ സമരത്തിൽ പങ്കെടുക്കണം, ഞങ്ങൾക്കെതിരഭിപ്രായമില്ല. പൊതുവിദ്യാഭ്യാസം നേരിടുന്ന വെല്ലുവിളിയാണ്, എല്ലാവരും ഒന്നിക്കണം എന്നായിരുന്നു SFIയുടെ അഭിപ്രായം. എന്നാൽ KSU എന്ന സംഘടന സമരം പ്രഖ്യാപിച്ച് മണിക്കൂറുകൾ പോലും പിന്നിടുന്നതിന് മുമ്പ് കേരളത്തിന്റെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ കാൽക്കീഴിൽ വീണ് സാഷ്ടാംഗം വണങ്ങിക്കൊണ്ട് പറഞ്ഞു, ഇതാ ഞങ്ങൾ സമരത്തിനല്ല, ഞങ്ങൾ സമരത്തിൽ നിന്നും പിന്മാറുന്നു. ഉമ്മൻചാണ്ടി പറഞ്ഞു പാഠപുസ്തകം എത്തിക്കാൻ വേണ്ടി പോവുകയാണ്. ഒരു പാഠപുസ്തകവും എത്തിയിട്ടില്ല. പകരം രാഷ്ട്രീയമായ താല്പര്യങ്ങൾക്ക് വേണ്ടി KSU എന്ന വിദ്യാർത്ഥി സംഘടന തങ്ങളുടെ സമരം പിൻവലിച്ചിരിക്കുന്നു. വിദ്യാധരൻ അധ്യക്ഷത വഹിച്ചു. രാജേഷ് സ്വാഗതം പറഞ്ഞു. തുടർന്ന് പാഠപുസ്തക വിതരണം വൈകുന്നതിൽ പ്രതിഷേധിച്ച് SFI നേതൃത്വത്തിൽ 50ഓളം വിദ്യാർത്ഥികൾ സ്കൂളിൽ പട്ടിണി സമരവും നടത്തി. കറുത്ത ബാഡ്ജ് ധരിച്ചെത്തിയ വിദ്യാർത്ഥികൾ ഉച്ചഭക്ഷണം ബഹിഷ്കരിച്ച് പട്ടിണി സമരത്തിൽ പങ്കാളികളായി. പട്ടിണി സമരത്തിന് SFI ജില്ലാ വൈസ് പ്രസിഡന്റ് വൈശാഖ് ശോഭനൻ, സിദ്ധാർത്ഥ് രവീന്ദ്രൻ എന്നിവർ നേതൃത്വം നൽകി. SNDP മുഖേന വിവിധ ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്നതിന് മൈക്രോ സംഘം പ്രവർത്തനം ശക്തമാക്കാൻ തീരുമാനം. ചെറുവത്തൂർ കൊടക്കാട് ശാഖയുടെ മൈക്രോ ഫിനാൻസ് സംഗമം ചെമ്പ്രക്കാനത്ത് നടന്നു. ഞങ്ങൾ ഓരോ കാര്യങ്ങളും നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഇതിന്റെ സാമ്പത്തിക കാര്യങ്ങളിലായാലും നിങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടുന്ന എല്ലാ സഹായങ്ങളും വെള്ളാപ്പള്ളി നടേശൻ അവർ നമുക്ക് തന്നുകൊണ്ട് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. ആ രീതിയിൽ തന്നെ ഇതിന്റെ പ്രവർത്തനം മുമ്പോട്ട് പോകും എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. ഗുരുദേവ, ഗുരുകൃപ, ആർശങ്കർ, ശ്രീനാരായണ സംഘങ്ങളിലെ അംഗങ്ങൾ സംഗമത്തിൽ പങ്കെടുത്തു. ശിവഗിരി മഠത്തിലെ സ്വാമി പ്രേമാനന്ദ ഉദ്ഘാടനം ചെയ്തു. കൊടക്കാട് ശാഖ പ്രസിഡന്റ് C ബാലൻ അധ്യക്ഷനായി. തൃക്കരിപ്പൂർ യൂണിയൻ സെക്രട്ടറി ഉദിനൂർ സുകുമാരൻ, പ്രസിഡന്റ് A സുകുമാരൻ, യൂണിയൻ കൌൺസിലർമാരായ PP നാരായണൻ, PC വിശ്വമരപ്പണിക്കർ, K സുജിത്ത്, P കരുണാകരൻ, അജിത്ത്, MP സുവീന, സുലോചന, ശില്പ എന്നിവർ സംസാരിച്ചു. മാണിയാട്ടും ചൂരിക്കോവിലും ചെറുവത്തൂരും ഒക്കെയായി 4 കാരിയിലും ഒക്കെയായി 4 പുതിയ ശാഖാ കമ്മിറ്റി നമുക്ക് രൂപീകരിക്കാനും രജിസ്റ്റർ ചെയ്യാനും ഒക്കെ കഴിഞ്ഞു എന്നുള്ളത് ഈ യൂണിയനെ സംബന്ധിച്ചിടത്തോളം ചെറിയ കാര്യമൊന്നുമല്ല. അപ്പൊ അങ്ങനെ വലിയ തോതിൽ സമുദായ അംഗങ്ങളുടെ ഇടയിൽ ഒരു വലിയ ഇളക്കം നമ്മൾ അങ്ങ് സൃഷ്ടിക്കുമ്പോൾ ചില ആളുകൾക്കൊക്കെ വലിയ വേവലാതി ഉണ്ടായി. മറ്റു പലരും നമ്മുടെ കാലിനടിയിൽ നിന്ന് ഇങ്ങനെ മണ്ണിങ്ങനെ ഒലിച്ചു പോവുമോ എന്ന ഒരു ഭയം, ഒരു ഉൾഭയം ചില ആളുകൾക്കൊക്കെ ഉണ്ടായി.
ചില രാഷ്ട്രീയ നേതൃത്വം എല്ലാവരും ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല. ഞങ്ങളൊക്കെ ബഹുമാനിക്കുന്ന ആദരിക്കുന്ന ഒരുപാട് രാഷ്ട്രീയ നേതാക്കളും പാർട്ടികളും ഈ മണ്ണിലുണ്ട്, ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ഞങ്ങളോട് സ്നേഹമുള്ളവരുണ്ട്, SNDP യോഗത്തോട് സ്നേഹവും ഈ സമുദായത്തോട് സ്നേഹമുള്ളവരുണ്ട്. നിങ്ങളെല്ലാം സംഘടിച്ചോളൂ, നിങ്ങൾ സംഘടിച്ച് ഈ പാവപ്പെട്ട സമുദായത്തിന് എന്തെങ്കിലും കൊടുത്തോളൂ എന്ന് പറയുന്ന എത്രയോ രാഷ്ട്രീയ നേതാക്കന്മാർ നമ്മുടെ കൂടെയുണ്ട്, നമ്മുടെ ഒപ്പമുണ്ട്, നമ്മുടെ കൂടെയുണ്ട്, ഞങ്ങളെ സഹായിക്കുന്നുണ്ട്. കാഞ്ഞങ്ങാട് മൻസൂർ ആശുപത്രിയിലെ മകൾ ഉപേക്ഷിച്ച മാതാവിനെ അധികൃതർ ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റി. RDO വയോധികയിൽ നിന്നും മൊഴിയെടുത്തു. കാഞ്ഞങ്ങാട് മൻസൂർ ആശുപത്രിയിൽ മകൾ ഉപേക്ഷിച്ച വയോധിക അജാനൂർ മുട്ടുതലയിലെ ഫാത്തിമയെ ചൊവ്വാഴ്ചയാണ് പോലീസ് എത്തി ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റിയത്. വയോധികയെ മകൾ ഉപേക്ഷിച്ച സംഭവത്തിൽ ഓസ്രുഗ് പോലീസ് കേസെടുത്ത് കാഞ്ഞങ്ങാട് RDO കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ RDO N ദേവിദാസ് ബുധനാഴ്ച രാവിലെ ജില്ലാ ആശുപത്രിയിലെത്തി മകൾ ഉപേക്ഷിച്ച വയോധിക ഫാത്തിമയിൽ നിന്നും മൊഴിയെടുത്തു. വയോധികയെ കാഞ്ഞങ്ങാട്ടെ മൻസൂർ ആശുപത്രിയിൽ ഉപേക്ഷിച്ച് മകൾ കടന്നുകളഞ്ഞ സംഭവത്തിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കി. ഫാത്തിമയുടെ മകൾ ഫൗസിയയെ തേടി പോലീസ് ഉദുമയിലെ വീട്ടിലെത്തിയെങ്കിലും വീട് പൂട്ടിയ നിലയിലായിരുന്നു. ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ട ഫാത്തിമയെ മെയിന്റനൻസ് ട്രിബ്യൂണൽ കൺസൾട്ടന്റ് ഓഫീസർ സുകുമാരൻ, സീനിയർ സിറ്റിസൺ ഫോറം ജില്ലാ പ്രസിഡന്റ് P. അബൂബക്കർ ഹാജി എന്നിവർ സന്ദർശിച്ചു. മകൾ ഉപേക്ഷിച്ചതിനെ തുടർന്ന് ജില്ലാ ആശുപത്രിയിൽ കഴിയുന്ന ഫാത്തിമയ്ക്ക് അൽമദർ കൾച്ചറൽ സെന്റർ ഭാരവാഹികൾ ആശുപത്രിയിലെത്തി സഹായധനം നൽകി. പ്രസിഡന്റ് അബ്ദുള്ള, സെക്രട്ടറി ARM ഷഹീദ്, വൈസ് പ്രസിഡന്റ് ഹംസ പയ്യങ്കി, ഷമീർ, NV മുഹമ്മദ് എന്നിവരാണ് ജില്ലാ ആശുപത്രിയിലെത്തി അൽമദർ കൾച്ചറൽ സെന്ററിന്റെ സഹായധനം ഫാത്തിമയ്ക്ക് കൈമാറിയത്. വിദ്യാർത്ഥി സമരത്തിന്റെ പേരിൽ കാഞ്ഞങ്ങാട് നിത്യാനന്ദ എഞ്ചിനീയറിംഗ് കോളേജ് അടച്ചിട്ടതിനെതിരെ SFI നേതൃത്വത്തിൽ വഴിയോര ക്ലാസ് സംഘടിപ്പിച്ചത് വേറിട്ട കാഴ്ചയായി. കാഞ്ഞങ്ങാട് നിത്യാനന്ദ എഞ്ചിനീയറിംഗ് കോളേജ് അടച്ചിട്ടതിൽ പ്രതിഷേധിച്ച് കോളേജിന് മുന്നിലെ റോഡരികിലാണ് SFI നേതൃത്വത്തിൽ വഴിയോര ക്ലാസ് സംഘടിപ്പിച്ചത്. SFI ജില്ലാ വൈസ് പ്രസിഡന്റ് വൈശാഖ് ക്ലാസ് ഉദ്ഘാടനം ചെയ്തു. മറ്റു അധ്യാപകരെ വെച്ചുകൊണ്ട് പ്രതീകാത്മകമായി ക്ലാസ് എടുക്കാൻ വേണ്ടിയാണ് SFI ജില്ലാ കമ്മിറ്റി തീരുമാനിച്ചത്. അതിന്റെ ഭാഗമായി ഇന്നും നാളെയും ഉൾപ്പെടെ ഇനി വരുന്ന ദിവസങ്ങളിൽ നാളെ ഉൾപ്പെടെ വാർത്താ സമ്മേളനം ഉൾപ്പെടെ വിളിച്ചു ചേർത്തുകൊണ്ട് ഈ കോളേജുമായി ബന്ധപ്പെട്ട അഴിമതി ഉൾപ്പെടെ അന്വേഷണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് വലിയ പ്രക്ഷോഭ സമരങ്ങൾക്ക് SFI നേതൃത്വം കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. ചടങ്ങിൽ ഫജർ അധ്യക്ഷത വഹിച്ചു. K. രാജേഷ്, ബാബു മാസ്റ്റർ, അബ്ദുൾ റഹ്മാൻ, രാഹുൽ, വിശാഖ്, തനൂജ്, അഭിലാഷ്, അർജുൻ എന്നിവർ സംസാരിച്ചു. വിദ്യാർത്ഥി സമരത്തെ പഴിചാരി അടച്ചിട്ട കാഞ്ഞങ്ങാട് നിത്യാനന്ദ എഞ്ചിനീയറിംഗ് കോളേജിൽ ക്ലാസുകൾ ഉടൻ പുനരാരംഭിക്കണമെന്ന് SFI നേതൃത്വം ആവശ്യപ്പെട്ടു. തിരുവനന്തപുരം ഹീര കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയുടെയും ചട്ടഞ്ചാൽ ഹയർ സെക്കൻഡറി സ്കൂൾ PTA കമ്മിറ്റിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ സ്കൂൾ ഓഡിറ്റോറിയത്തിൽ സൗജന്യ പഠന സഹായങ്ങൾ വിതരണം ചെയ്തു. ചട്ടഞ്ചാൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് PP ശ്യാമളാദേവി സൗജന്യ പഠന സഹായ വിതരണോദ്ഘാടനം നിർവഹിച്ചു. അതുപോലെ തന്നെ ഏറ്റവും അധികം കുട്ടികളെ മുഴുവൻ വിഷയങ്ങൾക്കും വിജയിപ്പിക്കുന്ന ഒരു എയ്ഡഡ് സ്കൂൾ. നമുക്കറിയുന്നത് പോലെ ബന്ധനക്കം മുതൽ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള കുട്ടികൾ വന്ന് പഠിക്കുകയാണ്. ഏതൊരു സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം അതിന്റെ അന്തസ്സും യശസ്സും എന്ന് പറയുന്നത് അവിടെ നിന്ന് ലഭിക്കുന്ന ശിക്ഷണവും മറ്റ് അനുബന്ധ സൗകര്യങ്ങളുമാണ് എന്നതുകൊണ്ട് തന്നെയാണ് ഈ സ്കൂളിനെ തേടി വിവിധ പ്രദേശങ്ങൾക്ക് കുട്ടികൾ എത്തുന്നത് എന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് വട്ടത്തട്ടയിൽ നിന്ന് കൃഷ്ണപ്രിയ ഇവിടെ എത്തിയത്. വട്ടത്തട്ടയിൽ നിന്ന് 2 ബസ് മാറി കയറി വേണം കൃഷ്ണപ്രിയക്ക് ഇവിടെ എത്താൻ. PTA പ്രസിഡന്റ് T. കണ്ണൻ അധ്യക്ഷത വഹിച്ചു. പര്യാവരൺ മിത്ര അവാർഡ് ജേതാവ് KM അനിൽകുമാർ മുഖ്യാതിഥിയായിരുന്നു. ചെമ്മനാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആയിഷ സഹദുള്ള ധാരണാപത്രം സ്വീകരിച്ചു. ജില്ലാ പഞ്ചായത്ത് മെമ്പർ പാതൂർ കുഞ്ഞാമു ഹാജി മികച്ച വിദ്യാർത്ഥികളെ അനുമോദിച്ചു. PTA പഠനസഹായം K. മൊയ്തീൻകുട്ടി ഹാജി വിതരണം ചെയ്തു. മൂസാബി ചെർക്കള, ശംസുദ്ദീൻ തെക്കിൽ, TK ജമീല, PK ഗീത, M. രാഘവൻ നായർ, സുലൈമാൻ ബാദുഷ, M. ബാലഗോപാലൻ, K. രാധ എന്നിവർ സംസാരിച്ചു. പ്രിൻസിപ്പൽ M. മോഹനൻ നായർ സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി CH. മുഹമ്മദ് ബഷീർ നന്ദിയും പറഞ്ഞു. അനുപ്രിയ K, കാവ്യ E, ബേബി T, ശ്രുതി M, രാധിക S. നായർ. കാഞ്ഞങ്ങാട് കേന്ദ്രീയ വിദ്യാലയത്തിൽ നിന്നും പാഠ്യേതര വിഷയങ്ങളിൽ മികവ് കാട്ടിയ കുട്ടികളെ അനുമോദിച്ചു. കാഞ്ഞങ്ങാട് കേന്ദ്രീയ വിദ്യാലയത്തിൽ പാഠ്യേതര വിഷയങ്ങളിൽ മികവ് പുലർത്തിയ കുട്ടികളെ സ്കൂൾ അങ്കണത്തിൽ നടന്ന ചടങ്ങിലാണ് അനുമോദിച്ചത്. കാഞ്ഞങ്ങാട് RDO ദേവിദാസ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു.
Krishnapriya PK. Quite accidentally, I have to reach here. Actually, in the welcome address, your Vice Principal has said, ADM, sir, he has consented to come over here, but as earlier mentioned, he had some urgent affairs. He asked me to come here, and I am blessed to be here. It's a auspicious day. You are entrusted with some important responsibilities. We know, being the children of Kendriya Vidyalaya, you have been inculcated different kinds of traits and abilities. So all these abilities, capabilities and achievements will lead you to become good citizen. പാഠ്യേതര വിഷയങ്ങളിൽ മികവ് പുലർത്തിയ വിദ്യാർത്ഥികളെ കാഞ്ഞങ്ങാട് നഗരസഭ വൈസ് ചെയർമാൻ പ്രഭാകരൻ വാഴുന്നോരടി ബാഡ്ജുകൾ അണിയിച്ച് അനുമോദിച്ചു. സ്കൂൾ PTA പ്രസിഡന്റ് കെ നാരായണൻ, സെക്രട്ടറി VV രമേശൻ, പ്രിൻസിപ്പൽ അമൃതബാല എന്നിവർ സംബന്ധിച്ചു. ഇനി പുണ്യം തേടി. കാഞ്ഞങ്ങാട് JCSന്റെ ആഭിമുഖ്യത്തിൽ JC സെന്റർ ഇഫ്താർ മീറ്റ് സംഘടിപ്പിച്ചു. സോൺ മേഖല പ്രസിഡന്റ് KK സതീഷ് കുമാർ മുഖ്യാതിഥിയായിരുന്നു. കാഞ്ഞങ്ങാട് JCS പ്രസിഡന്റ് CK ആസിഫ് അധ്യക്ഷത വഹിച്ചു. കാഞ്ഞങ്ങാട് സംയുക്ത മുസ്ലിം ജമാഅത്ത് സെക്രട്ടറി ബഷീർ വെള്ളിക്കൊത്ത് റംസാൻ സന്ദേശം നടത്തി. അവന്റെ ശരീരത്തെ അവന്റെ ചുറ്റുപാടിന് അതുവഴി ലോകത്തെ തന്നെ സംസ്കരിക്കാൻ ഉതകുന്ന ഒരു ആവിഷ്കാരമാണ് വ്രതം എന്ന് പറയും. അത്യധികമായി മനുഷ്യ സൃഷ്ടിപ്പിനെ കുറിച്ച് രണ്ടു മതങ്ങളെങ്കിലും അത് കളിമണ്ണിൽ നിന്നാണ് സൃഷ്ടിക്കപ്പെട്ടത് എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മനുഷ്യന്റെ ഉത്ഭവത്തിന്റെ ഏകകത്വത്തെ കുറിച്ച് മൂന്ന് മതങ്ങൾ ഏകാഭിപ്രായക്കാരാണ്. ഇസ്ലാം മതം ആദമിൽ നിന്നാണ് മാനവതയുടെ പ്രഭാവം എന്ന് സിദ്ധാന്തിക്കുമ്പോൾ ക്രിസ്തീയത അതിന് അടിവര കുറിക്കുന്നു. ഹിന്ദു മതമാകട്ടെ മാതാച്ച പാർവതീദേവി പിതാദേവോ മഹേശ്വര ബാന്ധവ ശിവഭക്തശ്ച സ്വദേശി ഭുവനത്രയം എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് മനുഷ്യന്റെ ആദ്യ പിതാവ് മഹേശ്വരനാണ്, മാതാവ് പാർവതീദേവിയാണ്, മഹേശ്വരന്റെയും പാർവതീദേവിയുടെയും മക്കളാണ് ഈ ഭൂമിയിലെ മനുഷ്യർ ഒക്കെയും എന്ന് സിദ്ധാന്തിച്ചു. സോൺ വൈസ് പ്രസിഡന്റ് ദിലീപ് ജോസഫ്, സെക്രട്ടറി രാജേഷ് പാക്കം, കെ പ്രഭാകരൻ, വി ശ്രീജിത്ത്, തൊയ്യബ് എന്നിവർ സംസാരിച്ചു. പ്രോഗ്രാം ഡയറക്ടർ ഫൈസൽ സൂപ്പർ സ്വാഗതവും പ്രഭാകരൻ മാസ്റ്റർ നന്ദിയും പറഞ്ഞു. വൃദ്ധമന്ദിരത്തിലെ അന്തേവാസികൾക്ക് റംസാൻ കിറ്റ് നൽകി. പൊയ്ന സെഞ്ചുറി ഡെന്റൽ കോളേജിന്റെ ആഭിമുഖ്യത്തിലായിരുന്നു പരിപാടി. പൊയ്നാച്ചി സെഞ്ചുറി ദന്തൽ കോളേജ് പെയിൻ ആൻഡ് പാലിയേറ്റീവ് യൂണിറ്റിന്റെയും സാമൂഹ്യ ദന്താരോഗ്യ വിഭാഗത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ പരവനടുക്കം ഗവൺമെന്റ് വൃദ്ധമന്ദിരത്തിലെ അന്തേവാസികൾക്ക് റംസാൻ കിറ്റ് വിതരണവും സൗജന്യ ദന്തൽ ക്യാമ്പും സംഘടിപ്പിച്ചു. റംസാൻ കിറ്റ് വിതരണം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മുംതാസ് ഷുക്കൂർ നിർവഹിച്ചു. 1.5 വർഷം മുമ്പേ കുട്ടികൾക്ക് ഒരു ഭാഗത്തു നിന്ന് ഇവിടെ വന്ന ശരിക്കും എഴുന്നേൽക്കാൻ പറ്റാതെ വെറും ഒരു മനുഷ്യ രൂപം എന്ന് തോന്നിക്കുന്ന ഒരു മുസ്ലിം സ്ത്രീ അവരുടെ മകൻ മാനസിക അസ്വാസ്ഥ്യം കാരണം വളരെയേറെ ബുദ്ധിമുട്ടുന്നുണ്ട്. അതിൻ്റെ ഡെപ്യൂട്ടി DMO വൃദ്ധമന്ദിര സൂപ്രണ്ടുമായിട്ടും എന്നെയും ഒക്കെ ബന്ധപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ അവരെ മോൻ പോലും അറിയാതെ വൃത്തിലേക്ക് കൊണ്ടുവന്നത്. പഞ്ചായത്ത് പ്രസിഡന്റ് ആയിഷ സഹറുള്ള, ഡോക്ടർ മുഹമ്മദ് മൂത്തേടത്ത്, KJ രാജ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. ദന്തൽ കോളേജ് വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു. കാസർഗോഡ് പ്രസ് ക്ലബ് ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു. സൗഹാർദ്ദത്തിന്റെ നല്ല മുഖമായി സംഗമം മാറി.
കാസർഗോഡ് പ്രസ് ക്ലബിന്റെ നേതൃത്വത്തിൽ ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു. സമൂഹത്തിന്റെ നാനാ തുറകളിലുള്ളവർ ഇഫ്താർ സംഗമത്തിൽ പങ്കെടുക്കുകയുണ്ടായി. മാലിക് ദിനാർ ഖത്തീഫ് അബ്ദുൽ മജീദ് ബാഖാവി റംസാൻ പ്രഭാഷണം നടത്തി. നോമ്പ് നോക്കുന്ന മുസൽമാൻ 14 മണിക്കൂറിലധികം പട്ടിണി കിടന്നു. സൂര്യൻ അസ്തമിക്കാൻ കാത്തിരിക്കുമ്പോൾ പ്രവാചകന്റെ വചനം ജില്ലാ കലക്ടർ PS മുഹമ്മദ് സഗീർ സംഗമം ഉദ്ഘാടനം ചെയ്തു. പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് MO വർഗീസ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് PP ശ്യാമളാദേവി, ഉണ്ണികൃഷ്ണൻ പുഷ്പഗിരി എന്നിവർ ആശംസകൾ നേർന്നു. ഹൃദ്യം ഈ നോമ്പുകാലം എന്ന ഓർമ്മപ്പെടുത്തലുമായി നീലേശ്വരം കോട്ടപ്പുറത്ത് ബദർ സ്മൃതിയും ഇഫ്താർ സംഗമവും സംഘടിപ്പിച്ചു. കാഞ്ഞങ്ങാട് ഡിവിഷൻ കമ്മിറ്റിയായിരുന്നു സംഘാടകർ. ഹമീദ് മാസ്റ്റർ കോട്ടപ്പുറം സംഗമം ഉദ്ഘാടനം ചെയ്തു. SSF സംസ്ഥാന പ്രസിഡന്റ് NV അബ്ദുറസാഖ് സഖാഫി പ്രഭാഷണം നടത്തി. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബദർ എന്ന പ്രധാനപ്പെട്ട പോയിന്റ്, ബദർ ആ പ്രദേശത്ത് ജീവിച്ച ഒരു അറബിയുടെ പേരാണ് ബദർ എന്ന് ചരിത്രം പറയുന്നുണ്ട്. ആ ബദർ ലക്ഷ്യം വെച്ച് നീങ്ങുന്നു. എന്ന് പറയുന്ന ഒരു വ്യക്തിയെ അബൂ സുഫിയാൻ മക്കയിലേക്ക് പറഞ്ഞയച്ചു. ആ ലംലം തന്റെ കുതിരയുടെ മൂക്ക് ചെത്തി ചോരയൊലിപ്പിച്ചു. വിഭ്രാന്തമായ ഒരു സാഹചര്യം സൃഷ്ടിച്ചു. തന്റെ ഷർട്ട് വലിച്ചു കയറി. അങ്ങനെ ചോരയൊലിക്കുന്ന കുതിരയുമായി മക്കയിലേക്ക് ചീറിപ്പാഞ്ഞു വന്ന് ലംലം വിളിച്ചു അലറി, അൽ ഗൗസ് അൽ ഗൗസ്. ഓ മക്കയിലെ സഹോദരങ്ങളെ, നമ്മുടെ പ്രിയപ്പെട്ട അബൂ സുഫിയാനെയും സംഘത്തെയും തടഞ്ഞു വെച്ച് ആക്രമിക്കാനും കൊലപ്പെടുത്താനും. മഷ്ഹൂദ് ഫാളിനി ബല്ലാക്കടപ്പുറം അധ്യക്ഷനായി. ഷംസുദ്ദീൻ അരിഞ്ചിറ, ഇബ്രാഹിം പറമ്പത്ത്, അഷ്റഫി, ഉമ്മർ സഖാവി പുത്തൂർ, മഹ്മൂദ് അംജദി, മടിക്കൈ അബ്ദുറസാഖ് ഹാജി, റാഷിദ് ഫിമമി, ഷിഹാബ് പാണത്തൂർ, മുനച്ചീർ കോട്ടപ്പുറം എന്നിവർ സംസാരിച്ചു. SSF കോട്ടപ്പുറം യൂണിറ്റ് റിലീഫ് വിതരണോദ്ഘാടനവും വേദിയിൽ നടന്നു. നിയന്ത്രണം വിട്ട ബസ് ഓട്ടോയിലിടിച്ച് ഡ്രൈവർക്ക് പരിക്ക്. ബുധനാഴ്ച ഉച്ചയോടെ കാസർഗോഡ് പഴയ ബസ് സ്റ്റാൻഡിലായിരുന്നു അപകടം. കാസർഗോഡ് പഴയ സ്റ്റാൻഡിന് സമീപത്ത് നിയന്ത്രണം വിട്ട സ്വകാര്യ ബസ് ഓട്ടോയിലിടിച്ചു. ഇടിയുടെ ആഘാതത്തിൽ ഓട്ടോ പൂർണ്ണമായും തകർന്നു. ഓട്ടോ ഡ്രൈവർ ഉളിയത്തടുക്കയിലെ അബ്ദുള്ളക്ക് പരിക്കേറ്റു. കാഞ്ഞങ്ങാട് നിന്ന് കാസർഗോഡേക്ക് വരികയായിരുന്ന ദേവിപ്രസാദ് ബസ്സാണ് നിയന്ത്രണം വിട്ട് ട്രാഫിക് സിഗ്നലിനടുത്ത് അപകടത്തിൽപ്പെട്ടത്. ട്രാഫിക് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന കയ്യൂരിലെ വിനോദിനും നിസാര പരിക്കേൽക്കുകയുണ്ടായി. ഗ്യാസ് ഉപയോഗിച്ച് ഓടുന്ന ഓട്ടോയിൽ നിന്നും ഗ്യാസ് ചോർന്ന് യാത്രക്കാരെ പരിഭ്രാന്തരാക്കി. ഫയർഫോഴ്സ് എത്തിയാണ് വൻ ദുരന്തത്തിൽ നിന്നും യാത്രക്കാരെയും പരിസരവാസികളെയും രക്ഷപ്പെടുത്തിയത്. കസ്തൂരിക്ക് ഇനി മലയാളം പഠിക്കാം. അമ്മ മലയാളത്തെ സ്നേഹിക്കാൻ മലയാളം പഠന വിഷയമാക്കിയ തമിഴ് കുടുംബത്തിന് പാഠപുസ്തകം അന്യമായപ്പോൾ സമാന്തര പാഠപുസ്തകവുമായി SFI പ്രവർത്തകരെത്തി. 8ാം ക്ലാസ്സിലെ പാഠപുസ്തകവുമായി ചെറുവത്തൂർ കണ്ണംകുളത്തെ കസ്തൂരിയുടെ വീട്ടിലാണ് SFI പ്രവർത്തകരെത്തിയത്. തമിഴ്നാട് സ്വദേശിയായ ഇവർ 10 വർഷം മുമ്പാണ് ചെറുവത്തൂർ കണ്ണംകുളത്തെ ക്വാർട്ടേഴ്സിൽ താമസം തുടങ്ങിയത്. 5 മക്കളിൽ ഇളയവളായ കുട്ടമ്പത്ത് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിനി കസ്തൂരിയുടെ പഠന ചെലവ് കൂലിപ്പണിയെടുത്താണ് മുരുകൻ നിർവഹിക്കുന്നത്. എല്ലാ വർഷവും സൗജന്യമായി കിട്ടുന്ന പാഠപുസ്തകം വലിയ തുക ചെലവിട്ട് ഫോട്ടോ കോപ്പി എടുക്കേണ്ടി വന്നതോടെ നിത്യവൃത്തിക്ക് പ്രയാസപ്പെടുന്ന തങ്ങൾക്ക് താങ്ങാനാകുന്നില്ലെന്ന് മുരുകൻ പറയുന്നു. ഇതുവരെ കിട്ടാത്ത വളരെ വിഷമത്തിലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പിന്നെ 100-200 കൊടുത്തിട്ടാണ് ഫോട്ടോ കോപ്പി എടുത്തിട്ട് പഠിക്കേണ്ടത്. SFI വന്നതുകൊണ്ട് അവരെ കൊണ്ട് വളരെ ഉപകാരമായിരുന്നു. നമുക്ക് അറിവ് നേടാം, അധികാരികൾ തിരിച്ചറിവ് നേടട്ടെ എന്ന മുദ്രാവാക്യത്തോടെ പാഠപുസ്തക വിതരണം സ്വയം ഏറ്റെടുത്ത SFI പ്രവർത്തകർ കസ്തൂരിയുടെ പ്രയാസമറിഞ്ഞതോടെ വീട്ടിലെത്തി എല്ലാ വിഷയങ്ങളിലെയും പുസ്തകങ്ങൾ വിതരണം ചെയ്തു. ജില്ലയിൽ SFIയുടെ നേതൃത്വത്തിൽ 2500ഓളം പാഠപുസ്തകങ്ങളുടെ വിതരണമാണ് പുരോഗമിക്കുന്നത്. കാസർഗോഡ് ജില്ലയിൽ തുടങ്ങിവെച്ച പുസ്തക വിതരണം സംസ്ഥാനത്താകെ SFI വ്യാപിപ്പിച്ചിട്ടുണ്ട്. തിങ്കളാഴ്ച ജില്ലയിലെ മിക്ക സ്കൂളുകളിലും SFI പ്രവർത്തകർ പാഠപുസ്തകവുമായി എത്തി. കസ്തൂരിയുടെ വീട്ടിലെത്തി ജില്ലാ സെക്രട്ടറി രജീഷ് വെള്ളാട്ട് പുസ്തകങ്ങൾ കൈമാറി. ഏരിയ സെക്രട്ടറി TP രജിൻ കൃഷ്ണ
ശ്രീജിത്ത് രവീന്ദ്രൻ, കെ അഭിരാം, MT സിദ്ധാർത്ഥൻ, രാഹുൽ രാജ് എന്നിവർ നേതൃത്വം നൽകി. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികളെ കണ്ടെത്തി വീടുകളിലെത്തിയുള്ള പാഠപുസ്തക വിതരണം തുടരുമെന്നും SFI നേതാക്കൾ അറിയിച്ചു. പാഠപുസ്തക വിതരണം ഇനിയും പൂർത്തീകരിക്കാൻ വേണ്ടി കേരളത്തിലെ ഗവൺമെന്റിന് സാധിച്ചിട്ടില്ല. ആഗസ്റ്റ് മാസം പ്രിന്റിങ്ങിന് കൊടുക്കേണ്ട പുസ്തകം വളരെ വൈകിയാണ് പ്രിന്റിങ്ങിന് തന്നെ കേരളത്തിലെ ഗവൺമെന്റ് കൊടുത്തിട്ടുള്ളത്. ഞങ്ങൾ ഇതിന്റെ ഭാഗമായി SFIയുടെ നേതൃത്വത്തിൽ നേരത്തെ സ്കൂളുകളിൽ പോയി വിദ്യാർത്ഥികൾക്ക് പാഠപുസ്തകം വിതരണം ചെയ്യുന്ന പ്രവർത്തനമായിരുന്നു ഏറ്റെടുത്തത്. വളരെ സാധാരണക്കാരായ നമ്മുടെ നാട്ടിൽ തമിഴ് വംശജരെല്ലാമായിട്ടുള്ള വളരെ സാധാരണക്കാരായ കുട്ടികൾ പഠിക്കുന്ന സ്കൂളുകളിൽ 100-200 രൂപ കൊടുത്ത് ഫോട്ടോ കോപ്പി എടുത്ത് പഠിക്കാൻ വേണ്ടി കഴിയാത്ത വലിയ പ്രയാസം നേരിടുകയാണ്. രക്ഷിതാക്കൾ ഉൾപ്പെടെ അത് പറയുകയാണ്. ഈ ഘട്ടത്തിൽ SFI വീടുകളിലെത്തി ഈ ഗവൺമെന്റിന് ചെയ്യാൻ വേണ്ടി കഴിയാത്ത പ്രവർത്തനം ഒരു സമാന്തര ഗവൺമെന്റിന്റെ പ്രവർത്തനം ഏറ്റെടുത്തുകൊണ്ട് SFIയുടെ നേതൃത്വത്തിൽ വീടുകളിൽ പോയി നേരിട്ട് കുട്ടികൾക്ക് പാഠപുസ്തകം വിതരണം ചെയ്യുകയും വലിയ പ്രതിഷേധവും സമരവുമായി ഞങ്ങൾ ഈ പ്രവർത്തനത്തെ എല്ലാം മാറ്റുകയാണ്. 10 വർഷത്തിലധികമായി തരിശായി കിടന്ന 5 ഹെക്ടർ സ്ഥലത്ത് കൃഷിയിറക്കി അരവത്ത് പാടശേഖര സമിതി മാതൃകയായി. ജില്ലാ പഞ്ചായത്തിന്റെയും പള്ളിക്കര കൃഷിഭവന്റെയും സഹകരണത്തോടെയാണ് തരിശ് ഭൂമിയിൽ കൃഷിയിറക്കാൻ പരിപാടി സംഘടിപ്പിച്ചത്. 10 വർഷത്തോളമായി തരിശായി കിടന്ന പള്ളിക്കര അരവത്തെ 5 ഹെക്ടർ സ്ഥലത്താണ് ജില്ലാ പഞ്ചായത്തിന്റെയും പള്ളിക്കര കൃഷിഭവന്റെയും ആഭിമുഖ്യത്തിൽ കൃഷിയിറക്കിയത്. ബേക്കൽ പുഴയിൽ നിന്നും ഉപ്പുവെള്ളം കയറി കൃഷിയോഗ്യമല്ലാതെ കിടന്ന ഭൂമിയിൽ കൃഷിയിറക്കാൻ ജില്ലാ പഞ്ചായത്തിന്റെയും കൃഷിഭവന്റെയും നേതൃത്വത്തിൽ ചേർന്ന 100ഓളം കർഷകരുടെയും തൊഴിലാളികളുടെയും യോഗത്തിൽ തീരുമാനിച്ച പ്രകാരമായിരുന്നു കൃഷിയിറക്കിയത്. നെൽകൃഷി ഇറക്കുന്നതിന് മുന്നോടിയായുള്ള നടിയൽ ഉത്സവം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ശ്യാമളാദേവി ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ലക്ഷ്യം ഈ വർഷത്തെ ലക്ഷ്യം എന്ന് പറയുന്ന 60 ഹെക്ടർ അതായത് 150 ഏക്കർ സ്ഥലമെങ്കിലും തരിശു നിലം കൃഷിക്ക് ഉപയുക്തമാക്കണമെന്നതാണ്. റിപ്പോർട്ട് കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ അത്ര തന്നെ സ്ഥലം നമുക്ക് ലഭിക്കുമെന്ന പ്രതീക്ഷയാണുള്ളത്. അതിലധികം ലഭിച്ചാലും ഞങ്ങളുടെ പദ്ധതി ഞങ്ങൾ റിവൈസ് ചെയ്തുകൊണ്ട് എത്രത്തോളം കർഷകർ മുമ്പോട്ട് വരുന്നു, തരിശു നിലങ്ങൾ പൂർണ്ണമായും കൃഷിയുക്തമാക്കിയാൽ അതിന് പൂർണ്ണമായും തുക നീക്കിവെക്കാൻ ജില്ലാ പഞ്ചായത്ത് തയ്യാറാണ്. അതിനുള്ള ഒരു താല്പര്യവും അതിനോട് ഉള്ള ഒരു ആഭിമുഖ്യവും കാണിച്ചാൽ മാത്രം മതി. ഇതിൻ്റെ ഭാഗമായി നമുക്കറിയാം, ഇതുകൂടാതെ പഞ്ചായത്തുകൾ ചെയ്യുന്ന നെൽകൃഷിക്കും ജില്ലാ പഞ്ചായത്തിൻ്റെ കൊടുക്കാൻ പറ്റുന്ന സർക്കാർ പറഞ്ഞിട്ടുള്ള കൂലിച്ചെലവിൻ്റെ ഷെയർ നൽകുന്നുണ്ട്. അത് ഇതിന് പുറമെയാണ്. അതോടൊപ്പം തന്നെ ആ കൂലിച്ചെലവിന് ഷെയർ മാത്രമേ കൊടുക്കാൻ കഴിയൂ എന്ന് പറയുമ്പോൾ തന്നെ ഈ കൃഷിയിലും നമുക്ക് കൂലിച്ചെലവിൻ്റെ ഷെയർ മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. പള്ളിക്കര പഞ്ചായത്ത് പ്രസിഡന്റ് കുന്നൂച്ചി കുഞ്ഞിരാമൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം A. ജാസ്മിൻ, സെക്രട്ടറി രാജ്മോഹനൻ, അജയൻ പനയാൽ, M. കരുണാകരൻ, CDS പ്രസിഡന്റ് ഗീത, കൃഷി ഓഫീസർ K. വേണുഗോപാലൻ, പാടശേഖര സമിതി പ്രസിഡന്റ് കോരൻ അരവത്ത് എന്നിവർ പ്രസംഗിച്ചു. സ്വതന്ത്ര കർഷക സംഘം റിലീഫ് ഫണ്ടിന് തുടക്കമായി. ഹോസൂർ പുതിയ കോട്ട ലീഗ് ഓഫീസിൽ റിലീഫ് ഫണ്ട് ഉദ്ഘാടനം നടന്നു. സ്വതന്ത്ര കർഷക സംഘം ജില്ലാ പ്രസിഡന്റ് കുഞ്ഞാമത് പുഞ്ചാവി ഫണ്ട് ഉദ്ഘാടനം നിർവഹിച്ചു. കൊവ്വൽ അബ്ദുൾ റഹ്മാൻ അധ്യക്ഷത വഹിച്ചു. ആദ്യ ഫണ്ട് മുട്ടുന്തല അബ്ദുള്ളയിൽ നിന്നും P. മുഹമ്മദ് കുഞ്ഞി മാസ്റ്റർ ഏറ്റുവാങ്ങി. ശേഖരിച്ച് വൃത്തിയാക്കി അർഹരായ ആളുകൾക്ക് എത്തിച്ചു കൊടുക്കാൻ കരുതിയാണ്. കല്യാണം കിട്ടാൻ ഇന്ന പലവധിയാണ് ഇരിക്കാനത്ര കൂടുതൽ ദിവസമൊന്നും വേണ്ട. അത് ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ തിരിച്ചെടുത്തുകൊണ്ട് അർഹരായ ആളുകൾക്ക് അത് എത്തിച്ചു കൊടുക്കാനാണ് ലക്ഷ്യം. MP ജാഫർ, പാലാട്ട് ഇബ്രാഹിം, CM ഖാദർ ഹാജി, മസാഹി മുഹമ്മദ് കുഞ്ഞി, T. ഖാദർ, കുട്ടി ഹാജി, K. മുഹമ്മദ് കുഞ്ഞി, കമറുദ്ദീൻ, PK മൊയ്തു, CH അബൂബക്കർ ഹാജി എന്നിവർ പ്രസംഗിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പാഠപുസ്തക വിതരണം താറുമാറായതിൽ പ്രതിഷേധിച്ച് SFI നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പുസ്തക വിതരണം ശ്രദ്ധേയമായി. SNDP മുഖേന വിവിധ ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്നതിന് മൈക്രോ സംഘം പ്രവർത്തനം ശക്തമാക്കാൻ തീരുമാനം. മകൾ ഉപേക്ഷിച്ച മാതാവിനെ അധികൃതരെ ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റി. സംഭവത്തിൽ RDO അന്വേഷണം ആരംഭിച്ചു. വിദ്യാർത്ഥി സമരത്തിന്റെ പേരിൽ കോളേജ് അടച്ചിട്ടതിൽ പ്രതിഷേധിച്ച് കാഞ്ഞങ്ങാട് നിത്യാനന്ദ എഞ്ചിനീയറിംഗ് കോളേജിന് മുന്നിൽ വഴിയോര ക്ലാസ് സംഘടിപ്പിച്ചു. ചട്ടഞ്ചാൽ ഹയർ സെക്കൻഡറി സ്കൂൾ PTA കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സൗജന്യ പഠന സഹായങ്ങൾ വിതരണം ചെയ്തു. കാഞ്ഞങ്ങാട് കേന്ദ്രീയ വിദ്യാലയത്തിൽ നിന്നും പാഠ്യേതര വിഷയങ്ങളിൽ മികവ് നേടിയ കുട്ടികളെ അനുമോദിച്ചു.
വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.